ഒരു 8 മണിയാകുമ്പോഴേക്കും കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ വെയിലും എൻ്റെ വീട്ടിൽ കാണും. കാര്യം ഒരു 11 മണി വരെ ഉള്ളൂ. പക്ഷെ ആ 3 മണിക്കൂർ കൊണ്ട് ആരെ കിട്ടിയാലും ഉരുക്കിക്കളയും. എന്നാലും സാരമില്ല, മഴ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കട്ടെ. ഇന്നലെ വൈകിട്ട് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി. അതാ കുറ്റിയടിച്ച മാതിരി ഞാൻ അവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ മരമുല്ലയിൽ ഈ പ്രാവശ്യം ചാകരയായിരുന്നു കേട്ടോ. ഒരു ലോഡ് പൂവുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊരു മുറ്റത്താ കുഴിച്ചു വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും പൂവ്. ഇതിപ്പം അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ്, എന്നാൽ പോലും ഇത്രയും പൂവ് കിട്ടിയ സ്ഥിതിക്ക് ഒരു മുറ്റത്തായിരുന്നെങ്കിലോ. ഈ പൂവിന് നല്ല മണം ഉള്ളതുകൊണ്ടേ ഉള്ള പ്രാണികളും ചിത്രശലഭവും മുഴുവൻ ഇവിടെ ഉണ്ട്. ഞാനൊരു 4-5 പ്രാവശ്യമായിട്ട് പൂവൊന്ന് മണക്കാൻ നോക്കുക. പക്ഷേ എൻ്റെ മൂക്കിൽ കൂടെ കയറി ചിത്രശലഭം ഇറങ്ങുന്നുണ്ട്. തൽക്കാലം ഞാൻ ആ പരിപാടി നിർത്തി. ചെറിയ ചെറിയ ചട്ടിയിൽ ഉള്ള ചെടികൾ തന്നെ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെടിക്കൊരു ശ്വാസം വിടാനുള്ള സ്ഥലമില്ലായിരുന്നു. മുറ്റം ഭയങ്കര വൃത്തികേടുമായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ഞാനെടുത്ത് കളയുകയും കുറച്ചൊക്കെ വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്തു. ചെടിയുടെ എണ്ണം കൂടിയാൽ മാത്രം പോരല്ലോ, ക്ലീൻ ആയിരിക്കണ്ടേ. പിന്നെ ഈ മാറ്റ്, ഇന്നലെ ഞാൻ മുറ്റം വൃത്തിയാക്കിയത് പൂച്ച അറിഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ തന്നെ അതിൽ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയി. ഞാൻ കഴുകി വെയിലത്തിട്ടിരിക്കുക. മുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ചായ കുടിച്ചാലോ. മുഖം പോലും കഴുകാതാ മുറ്റം കാണാൻ പോയത്. അത് പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു 4-5 തവണ എത്തി നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. കടുപ്പത്തിലൊരു ചായയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രാവിലത്തെ കാര്യം ഓക്കെ. എന്തായി എല്ലാവരുടെ ഓണമൊക്കെ? എല്ലാവരും ഒരുക്കമൊക്കെ തുടങ്ങിയോ? അപ്പോൾ നല്ല കടുപ്പത്തിലൊരു ഗുഡ് മോർണിംഗ്.